കോൺഗ്രസിനെയും ബി.ജെ.പിയെയും സംവാദത്തിന് ക്ഷണിച്ച പത്തനംതിട്ടയിലെ ഇടത് സ്ഥാനാർത്ഥി ഡോക്ടർ തോമസ് ഐസക് സമ്മതിദായകരുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകിയും ആശയങ്ങൾ പങ്കിട്ടുമാണ് തോമസ് ഐസക്കിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണം പുരോഗമിക്കുന്നത്. വൈജ്ഞാനിക മേഖലയുമായി വൈജ്ഞാനിക സമ്പദ് വ്യവസ്ഥയുമായി ബന്ധപ്പെട്ടാണ് എൻ്റെ ഒരു ചോദ്യം. നമുക്കറിയാം, കേരളത്തിലെ അഭ്യസ്തവിദ്യരായിട്ടുള്ള യുവാക്കളെ ആരോഗ്യകരമായ രീതിയിൽ വിന്യസിപ്പിച്ചുകൊണ്ട് കേരളത്തിൻ്റെ വികസനം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പ്രവർത്തനം. ചെറുപ്പക്കാരൻ ചോദിച്ചല്ലോ, യെസ്, നമ്മൾ ആളെ അന്വേഷിച്ച് കിടക്കുകയാണ്. ഇനി 10,000 അല്ല 20,000 വേണം, 30,000 വേണം. കണ്ടെത്താന്ന് ഈ ലോകത്തെ കോടിക്കണക്കിന് തൊഴിലുണ്ടാവണേ, അത് ലോകത്തിന് തികയില്ല. പിന്നെ നമ്മൾ പത്തനംതിട്ടക്കാരെന്ന് പറയുന്നത് ആ ലോകത്തിൻ്റെ ഒരു കോണിലൊരു പൊട്ടാണേ, പൊട്ടിൻ്റെ മുകളിലൊരു പൊട്ടാണ്, അത്രേ ഉള്ളൂ. അതുകൊണ്ട് ഈ കോടിക്കണക്കിന് തൊഴിലിൽ നിന്നൊരു 10,000, 50,000, 30,000 നമുക്ക് വേണ്ടി എടുത്തിട്ട് അതിനെ പരിശീലിപ്പിച്ച ആളുകൾക്ക് ജോലി കൊടുക്കുന്നതിന് എന്താ പ്രയാസമുള്ളത്? ഈ പണിയൊക്കെ ചെയ്യണ MP ആയി ഒറ്റക്കല്ല കേട്ടോ. ജോബ് സ്റ്റേഷൻ നിർത്തുന്നത് ജയരാജാണ്. നമ്മുടെ പഞ്ചായത്ത് ഓഫീസിലാണ് ചെയ്യണേ. നമ്മുടെ പഞ്ചായത്ത്, കുടുംബശ്രീ, MLA മാര് ഞങ്ങളൊരു ടീമായിട്ട് ഇന്ന് പ്രവർത്തിക്കും. നമുക്കിവിടെ ഒരു പുതിയ രീതി അവലംബിണ്ടാക്കാം. MPയും MLAയും പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റികളും ഒറ്റ ടീമായിട്ട് നിന്ന് പത്തനംതിട്ടയിലെ വേണ്ടിയുള്ള വികസനത്തിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ചെയ്യാം. അതിന് നിങ്ങളുടെയൊക്കെ പിന്തുണ ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ജനകീയ സംവാദത്തിന് ശേഷമാണ് ഇപ്പോൾ ഡോക്ടർ TM തോമസ് ഐസക് നമ്മോടൊപ്പം ചേരുന്നത്. മണ്ഡലത്തിലെ പര്യടനം പുരോഗമിക്കുകയാണല്ലേ? അതെ 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 നമ്മളിപ്പോൾ എല്ലാ മണ്ഡലങ്ങളിലും പ്രസംഗമില്ല, ചോദ്യങ്ങൾക്ക് മറുപടി. എല്ലാവരും ക്ഷണിക്കുക, കോൺഗ്രസ്സുകാരെയും BJP-ക്കാരെയും. ആർക്ക് വേണമെങ്കിൽ വരാം, ആർക്കും ചോദിക്കാം, ചോദ്യങ്ങളോട് പ്രതികരിച്ച് സംസാരിക്കും. UDF-ന്റെ സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വന്നപ്പോൾ ആലപ്പുഴയിൽ ഒരു രാജ്യസഭാ സീറ്റ് കളഞ്ഞാണ് KC വേണുഗോപാൽ ഒരുപക്ഷെ മത്സരിക്കുന്നത് പറയാം. ആ രാജ്യസഭാ സീറ്റും പോകും, ലോക്സഭാ സീറ്റും പോകും. കോൺഗ്രസിനും വലിയ നഷ്ടക്കച്ചവടമായി പോകും. അതായത് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിത്വം, അതായത് ആലപ്പുഴയിലെ സ്ഥാനാർത്ഥി വിമർശിക്കുന്നതിനൊപ്പം തന്നെ ഈ പത്തനംതിട്ടയിൽ മണ്ഡലത്തിലെ ഡോക്ടർ TM തോമസ് ഐസക്കിൻ്റെ പ്രചാരണത്തിലെ ഏറ്റവും പ്രത്യേകത ജനങ്ങളോട് പ്രസംഗിക്കുന്നതിനപ്പുറത്തേക്ക് അവരുടെ ആശയങ്ങൾ പങ്കിട്ടും അവരുടെ സംശയങ്ങൾക്ക് മറുപടി നൽകിയുമാണ് പുരോഗമിക്കുന്നത്. പത്തനംതിട്ടയിൽ നിന്ന് ക്യാമറമാൻ അഖിലേഷ് കുടുംബനൊപ്പം സുജു T. ബാബു.